എൻ്റെ പേര് എ.വി. ഫിലിപ്പോസ് അല്ലെങ്കിൽ സണ്ണി. ഞാൻ ഡാളസിൽ നിന്നാണ് വരുന്നത്. ഈ ഡോക്ടറിൻ്റെ സുദർശനെ പറ്റി കേട്ടു. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ ലെഫ്റ്റ് ഐ കൊണ്ട് വായിക്കാനും ഒക്കത്തില്ല, ഫിംഗറിൻ്റെ അനക്കവും ഇല്ല, പക്ഷെങ്കിൽ ഏതാണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് തന്നെ വലിയ മാറ്റം സംഭവിച്ചു. ഒരു ലൈൻ വയ്ക്കുകയും ചെയ്യാം. റൈറ്റ് കണ്ണുകൊണ്ട് 4 ലൈൻ വായിക്കാം. ദൂരെ നിന്ന് 6 മീറ്റർ വരെ വായിക്കാനും കഴിയുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരു പ്രാവശ്യം കൂടെ വന്നിട്ട് അത് ഇമ്പ്രൂവ് ആകും എന്നാണ് എനിക്ക് വിശ്വാസം. പ്രാർത്ഥന കേട്ടു, ഡോക്ടറും പ്രാർത്ഥിച്ചു. ഞാൻ ദൈവം പ്രാർത്ഥന കേൾക്കുന്നതുകൊണ്ട് ആശ്വാസമായി. ഡോക്ടറിൻ്റെ സ്റ്റാഫുകളെല്ലാം വളരെ നല്ല സ്റ്റാഫുകളാണ്. ഡോക്ടറും നല്ല സമയമില്ലാത്തപ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും ഹായ് പറഞ്ഞ് എല്ലാവരോടും മാന്യമായ രീതിയിൽ, കേരളത്തിലെ ഡോക്ടർമാരെക്കാട്ടിലൊക്കെ ബെറ്റർ കേരളത്തിലെ ഡോക്ടർമാർ ചാടി അങ്ങ് പോകും. പക്ഷെ ഇതല്ല, ഇത് വളരെ പഞ്ച്വലായിട്ട് പേഷ്യൻറ്റിനോട് ഇടപെട്ട്, പിന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ വളരെ ബെറ്ററാണ്. ചികിത്സിക്കുന്ന റൂംസുകളും ബാത്റൂംസുകളും ഒക്കെയും വളരെ നന്നായിട്ടാണ് കേരളത്തിലെ മറ്റുള്ള ഹോസ്പിറ്റലുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബെറ്റർ. ഞാനിവിടെ വന്ന ഉടനെ തന്നെ ഇവിടെ ഹോസ്പിറ്റലിലേക്ക് വന്നു. അന്ന് തന്നെ ചികിത്സ സ്റ്റാർട്ട് ചെയ്തു. 8 ദിവസം സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് 8ാമത്തെ ദിവസം ഇന്ന് ഇവിടുന്ന് ഡാളസിന് ഞാൻ പോകുന്നു. ഈ സ്ഥാപനത്തെ ദൈവം വളരെയധികം അനുഗ്രഹിക്കട്ടെ. സ്റ്റാഫുകളൊക്കെ വളരെ ബെറ്റർ ആണെന്ന് ഒരു പ്രാവശ്യം കൂടെ പറയുന്നു. എൻ്റെ പേര് ജൈനമ്മ ഫിലിപ്പോസ്. ഞങ്ങൾ ഡാളസ് ടെക്സസിൽ USA കടന്നു വന്നു. പ്രത്യേകമായി എൻ്റെ ഭർത്താവിൻ്റെ കാഴ്ചയെ സംബന്ധിച്ചാണ് ഇവിടെ വന്നത്. ഇവിടെ വന്ന് എയർപോർട്ടിൽ നിന്ന് നേരിട്ട് ഡോക്ടറിൻ്റെ അടുക്കൽ ഞങ്ങൾ വന്നു. അദ്ദേഹം തക്ക സമയത്ത് തന്നെ നോക്കി ട്രീറ്റ്മെൻറ്റും സ്റ്റാർട്ട് ചെയ്തു. ആ ദിവസം തന്നെ അങ്ങനെ 8 ദിവസം ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം ഇപ്പോൾ കാഴ്ചയ്ക്ക് വളരെ വ്യത്യാസമുണ്ട്. ഡോക്ടറിനായി, ഈ സ്ഥാപനത്തിനായി വളരെ നന്ദി പറയുന്നു. എൻ്റെ ഭർത്താവിൻ്റെ കണ്ണിൻ്റെ പ്രയാസം ഏജ് റിലേറ്റഡ് മാക്യുലർ ഡിസീസ് ആയിരുന്നു. അതിൽ നിന്ന് വ്യത്യാസം വളരെ വന്നു എന്ന് കേട്ടതിൽ ഞാനും വളരെ തൃപ്തിയുള്ളവളായിരിക്കുന്നു. അച്ഛൻ്റെ വയസ്സ് 74.